SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശിവപ്രസാദ്, അവിടെ നടന്ന ഒരു സ്വകാര്യ സംഘടനയുടെ പരിപാടിയാണ്. ആ സ്വകാര്യ സംഘടന അതിനുവേണ്ടി സർവകലാശാലയിൽ നിന്ന് എഴുതി കൊടുത്ത് വാങ്ങിച്ചെടുത്തതാണ് സെനറ്റ് ഹാള്. ആ സ്വകാര്യ സംഘടനയ്ക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു ചിത്രം വെച്ച് അവിടേക്ക് ഗവർണറെ ക്ഷണിച്ചാൽ ഗവർണർക്കും എതിർപ്പില്ല. ഗവർണറുടെ ആശയത്തെയും ആശയഗതിക്ക്, അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് അദ്ദേഹം ഗവർണറാണ്, ആ നിലയിൽ അതിന് ബാധകമല്ല. എങ്കിലും ആർലേക്കറുടെ പ്രത്യയശാസ്ത്രം എന്ന് വേണമെങ്കിൽ ഏതായാലും അങ്ങനെ പറയേണ്ടി വരുന്നു. ഇപ്പോൾ അദ്ദേഹം നിരന്തരമായി പെരുമാറുന്ന രീതി വെച്ച് അവിടെ ഒരു പരിപാടി നടക്കുന്നു. ഇതിലാണോ SFI ശക്തമായി വിയോജിച്ചത്? വിയോജിപ്പിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് സർവകലാശാലയോട് ആദ്യം പറഞ്ഞത്? ആദ്യം സ്വാഭാവികമായും പറയേണ്ടി വരിക, പരാതി പറയേണ്ടി വരിക, പ്രതിഷേധിക്കേണ്ടത് സർവകലാശാല ഭരണകൂടത്തോടാകുമല്ലോ. അവരത് കേട്ടോ? അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല ഇടപെട്ടോ? അതേ തുടർന്നാണോ ഈ വിഷയത്തെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു ശക്തമായ സമരരൂപവുമായി SFI ഇറങ്ങിയത്? എന്താണ് SFIയുടെ വിശദീകരണം? SFIക്ക് ഇതിനകത്ത് കൃത്യമായി പറയാനുള്ളത്, ഒരു സ്വകാര്യ ചടങ്ങിൽ ഇപ്പൊ ആരിഫ് മുഹമ്മദ് ഖാനുമായി വളരെയേറെ സംഘർഷവിരുദ്ധമായ സമരം ഏറ്റെടുത്ത വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI. ആ സംഘർഷവിരുദ്ധമായ സമരം ഏറ്റെടുക്കുമ്പോഴും SFI കാണിച്ച ഒരു ജനാധിപത്യ മര്യാദ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്ത ഒരു സ്വകാര്യ ചടങ്ങിലും SFI സമരം ഏറ്റെടുക്കാൻ വേണ്ടി പോയിട്ടില്ല. പൊതുപരിപാടികളാണ് SFI സമരം ഏറ്റെടുത്തത്. പക്ഷെ ഇവിടെ ഇന്നത്തെ ദിവസവും ഇന്നത്തെ പ്രതിഷേധവും വ്യത്യസ്തമാക്കുന്നത്, ഇന്നത്തെ ദിവസത്തിന് വേണ്ടി സംഘപരിവാർ തെരഞ്ഞെടുത്ത സ്ഥലമാണ്. ഈ സ്വാഭാവികമായി തിരുവനന്തപുരം പട്ടണത്തിൽ RSSന്റെ അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് അടിയന്തരാവസ്ഥക്കെതിരെ ഒരു പരിപാടി നടത്താൻ ഏതൊക്കെ സ്ഥലം കിട്ടും എന്ന് നമുക്ക് നല്ല വ്യക്തമായി അറിയാം. പക്ഷെ അങ്ങനെ വ്യക്തമായി പല സ്ഥലങ്ങളിലും RSSന് തിരുവനന്തപുരം പട്ടണത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ളപ്പോൾ ബോധപൂർവം ഗവർണർ ഉദ്ഘാടകനായ ഈ പരിപാടിക്ക് വേണ്ടി സെനറ്റ് ഹാൾ വളരെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ആ പരിപാടിക്ക് വേണ്ടി വേദിയായി തിരഞ്ഞെടുക്കുക. അങ്ങനെയാണ് അവർ ആ പരിപാടി ബുക്ക് ചെയ്തതെന്നുള്ളതെല്ലാം സർവകലാശാല അധികൃതർ ഇപ്പോ രജിസ്ട്രാർ ഉൾപ്പെടെ അവിടെ എത്തി ഈ പരിപാടിയിൽ ചിത്രം മാറ്റണം, ഇങ്ങനെ ഒരു അനുമതി വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ആരാണ് ഈ പരിപാടിക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്? ആരുടെ അനുമതിയോടുകൂടിയാണ് ഈ പരിപാടി സർവകലാശാല സെനറ്റ് ഹാളിനകത്ത്? സർവകലാശാല സെനറ്റ് ഹാൾ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാന മന്ദിരമാണ്. കേരള സർവകലാശാലയെ സംബന്ധിച്ചോളം എത്രയോ പ്രഗത്ഭന്മാരുടെ പ്രഭാഷണങ്ങൾ, പരിപാടികൾ, യോഗങ്ങളെല്ലാം നടന്ന ഹാളാണ് തിരുവനന്തപുരത്തെ കേരള സർവകലാശാല സെനറ്റ് ഹാൾ. ആ സെനറ്റ് ഹാളിനകത്തേക്ക് കടന്നു കയറി അവിടെ RSSന്റെ ഒരു പരിപാടി നടത്തി. ആ പരിപാടിക്കകത്തേക്ക് ഭാരതാംബയുടെ ഒരു ചിത്രം കൊണ്ടുവച്ച് ആ ചിത്രത്തിന് മുന്നിൽ വന്ന് ഗവർണർ വിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തി പുറത്തേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്ന മെസ്സേജ് RSSന്റെ ഐഡിയോളജി ഞങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കും എന്ന വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന വെല്ലുവിളിയല്ല. അതാണ് പ്രശ്നം. RSS എവിടെയെങ്കിലും പരിപാടി നടത്തുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ പ്രശ്നം. RSSന്റെ പരിപാടിയിലേക്ക് ബുദ്ധിശൂന്യരായ വർഗീയവാദികളായ RSSകാർ മാത്രമേ പോകൂ. ആ പരിപാടിക്കകത്തും ബുദ്ധിശൂന്യരായ വർഗീയവാദികളായ RSSകാർ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അങ്ങനെ ഏതെങ്കിലും ഒരു ഹാളിനകത്ത് നടക്കേണ്ടിയിരുന്ന ഒരു പരിപാടിയാണ് സെനറ്റ് ഹാളിലേക്ക്, സെനറ്റ് ചേംബറിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു വാർത്താ പ്രാധാന്യം ലഭിക്കുമോ എന്നൊരു പരിശോധന അവർ ആദ്യം നടത്തി. SFIനകത്ത് പ്രതിഷേധം ഉയർത്തിയത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വമായി ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേരള സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിനകത്ത് ഭാരതാംബ എന്നവർ വിളിക്കുന്ന ആ സ്ത്രീയുടെ ചിത്രം കൊണ്ടുവച്ച് പ്രതീകാത്മകമായ പുഷ്പാർച്ചന നടത്തി വിളക്ക് വെച്ചിട്ട് ഗവർണറുടെ പരിപാടി നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ജനാധിപത്യവാദിയായ മതനിരപേക്ഷവാദിയായ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയില്ല. അതാ പക്ഷേ SFIക്ക് മാത്രമല്ല. ഇപ്പൊ ഏതായാലും പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകൻ സജീവനൊക്കെ SFI സമരത്തെ സ്വാഗതം ചെയ്ത് ഞങ്ങൾ സന്തോഷവും താരമാണ്. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പൊതുസമൂഹം ഒന്നാകെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത്. ഇപ്പൊ സമരത്തെരുവിൽ SFI ആണ് നിൽക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് കേരളത്തിലെ പുരോഗമനവാദികളായ മതനിരപേക്ഷവാദികളായ മുഴുവൻ മനുഷ്യരും ഈ സമരത്തെ ഐക്യദാർഢ്യപ്പെടുന്നത്. ഇത് ഗവർണർക്കെതിരായ വ്യക്തിപരമായ സമരമല്ല. ഇത് RSS ഇപ്പോ ഇന്ത്യക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ സംഘപരിവാർ വൽക്കരണത്തിന്റെ ഒരു ആക്സിലറേഷൻ മൊമെന്റ് ആണ്. ഇപ്പൊ കേരളത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഐഡിയോളജിയുടെ ഒരു ആക്സിലറേഷൻ പോയിന്റിലാണ് RSS നിൽക്കുന്നത്. ഇത്രയും നാൾ RSSകാർ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യൻ ദേശീയതയെ പറ്റിയാണ്. ചരിത്രത്തിൽ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും നാൾ RSSകാരുടെ പ്രഭാഷണം കേട്ടാൽ, ഇന്ത്യയിൽ ആകെ RSS നടത്തിയ ഇടപെടലും പരിപാടികളും എല്ലാം കണ്ടാൽ കേരളത്തിൽ പ്രത്യേകിച്ചും അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ ഇന്ത്യൻ ദേശീയതയെ പറ്റിയാണ്. ഒന്ന് മറച്ചു പിടിച്ചിട്ടാണ് ഹിന്ദുത്വ അജണ്ട അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു മറയുമില്ലാതെ ഇന്ത്യൻ ദേശീയതയിൽ നിന്ന് വ്യത്യസ്തമായി RSSന്റെ ദേശീയതയിലേക്ക് അവരുടെ ഐഡിയോളജി അവർ ആക്സിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ പുതിയ വിവാദത്തിന്റെ ഏറ്റവും കണ്ടന്റ്. ആ കണ്ടന്റ് മനസ്സിലാക്കാൻ നമ്മൾ ഇത് ചർച്ച ചെയ്ത കാര്യം. അവർ ഉദ്ദേശിക്കുന്നത് ഇത്രയും നാൾ അവർ പറഞ്ഞ ഇന്ത്യയുടെ എല്ലാ ഇന്ത്യക്കാരും ഉൾക്കൊള്ളുന്ന ഒരു ദേശീയതയിൽ നിന്ന് വ്യത്യസ്തമായി ആ ദേശീയതയ്ക്ക് അപ്പുറമായി RSSകാർ RSSന്റെ വിചാരധാര, RSSന്റെ ഐഡിയോളജി,
ഗോൾവാർക്കറിന്റെയും സവർക്കറും ഇത്രയും നാൾ അവരുടെ പുസ്തകങ്ങളിൽ പങ്കുവച്ച ഐഡിയോളജി, ആ ഐഡിയോളജിയിലേക്ക് ഇന്ത്യൻ ദേശീയതയെ ചുരുക്കാനാണ് RSS ഈ യൂഡിയ വിവാദത്തിന് കേരളത്തിൽ തിരികൊളുത്തിയിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തില് പൊതുവായി നമ്മൾ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മുല്ലപ്പൂ മുടിയേറ്റി കിടക്കും കല്ലിനും ഉണ്ടാകും സൗരഭ്യം. പക്ഷെ എന്തുകൊണ്ടോ കേരളത്തിൽ വന്ന് 4 മാസമായിട്ടും അർലേക്കറിന് കേരളത്തിലെ കാറ്റിന്റെ ശക്തിയും ഗതിയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് അർലേക്കറിന്റെ നടപടിയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നത്. കേരളത്തിലെ കാറ്റ് ഈ പറയുന്ന വർഗീയതയ്ക്ക് ഭൂഷണമാകുന്ന സഹായകമാവുന്ന കാറ്റല്ല. കേരളത്തിലെ മനുഷ്യരുടെ നിലപാടുകൾ ഈ വർഗീയതയെ സഹായിക്കുന്ന നിലപാടുകളല്ല എന്ന് രാജേന്ദ്ര അർലേക്കർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നതാണ് ഇപ്പോ നമുക്ക് കാണാൻ